ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഏതൊരു മനുഷ്യനും അടിസ്ഥാനപരമായിട്ടുള്ള കുറേ ആവശ്യങ്ങളുണ്ട്. ഇതിനകത്ത് അവൻ്റെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കുറേ ആഗ്രഹങ്ങളുണ്ട്. ജീവിതത്തെ സന്തോഷകരമാക്കുന്ന പല സാഹചര്യങ്ങളുമുണ്ട്. പലരും പല രീതിയിലാണ് അതിനെ നോക്കിക്കാണുന്നതും എക്സ്പീരിയൻസ് ചെയ്യുന്നതും. അപ്പോൾ ഓരോ സാഹചര്യത്തിനനുസരിച്ച് അതിനകത്തുനിന്ന് കിട്ടുന്ന സംതൃപ്തിക്കും വ്യത്യാസമുണ്ട്. ആരോഗ്യമുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ച് സന്തോഷിക്കാനുള്ള കാരണങ്ങൾ അവരവരെ സ്വയം കണ്ടെത്തണം. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് എന്തുകൊണ്ട് ചില പങ്കാളികൾ മുകളിൽ വരുന്ന പൊസിഷൻ ചെയ്യാൻ കൂടുതൽ താല്പര്യം കാണിക്കുന്നു. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മൾ സമൂഹത്തിൽ നോക്കുവാണെങ്കിൽ കാമപരമായ വികാരമെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ അല്ല. ഏകദേശം 30% പേർക്ക് നല്ല രീതിയിലുള്ള വികാരമുള്ളവരുണ്ട്. അതിനകത്ത് സ്ത്രീയും ഉണ്ട്, പുരുഷനും ഉണ്ട്. ഇങ്ങനെയുള്ളവരെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ആയിട്ട് ചെയ്തെങ്കിലേ ഒരു സംതൃപ്തിയുള്ളൂ. അതുപോലെ അവരുടെ ശരീരവും ചിന്തകളും ഫാൻറ്റസിയും ജോലി സാഹചര്യം ഒക്കെ തന്നെ ഇതിനനുകൂലമാണ്. അല്ലെങ്കിൽ അവരത് അനുകൂലമാക്കി എടുക്കും. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് ചില ദിവസങ്ങളിൽ ഇത് ചെയ്യാനായിട്ടൊരു പ്രത്യേക ഇഷ്ടമുണ്ട്, അല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ഊർജ്ജമുണ്ട്. ഈ സമയത്ത് അവരുടെ മനസ്സ് ബന്ധപ്പെടണമെന്ന് ശക്തമായിട്ട് ആഗ്രഹിക്കാറുണ്ട്. പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് എത്ര പ്രാവശ്യം ചെയ്യുന്നു എന്നതിനകത്തല്ല, ചെയ്യുന്നത് എത്ര ക്വാളിറ്റിയോടുകൂടിയാണ്, അതാണ് പ്രധാനം. ഇപ്പോൾ ആഴ്ച ഒരു പ്രാവശ്യമാണെങ്കിലും എത്ര തീക്ഷ്ണമായിട്ടുള്ള സംതൃപ്തി ഉണ്ടായി എന്നതാണ് പ്രധാനം. എന്നുവെച്ചാൽ ഫോർപ്ലേക്കൊക്കെ കുറേ സമയമെടുത്ത് ഇഷ്ടപ്പെട്ട മെത്തേഡ് ചെയ്യുന്ന രീതിയുണ്ടല്ലോ, അതാണ് വേണ്ടത്. ചിലരെ സംബന്ധിച്ച് അവരുടെ ആ സന്തോഷവും സംതൃപ്തിയൊക്കെ ഇതിനകത്തുനിന്നാണ് അവർ കണ്ടെത്തുന്നത്. ഇഷ്ടപ്പെട്ട പങ്കാളിയോട് മുമ്പ് ചെയ്ത ആ ഒരു ഓർമ്മയുണ്ടല്ലോ, അത് മാത്രം മതി കുറേ നാളത്തെ സന്തോഷത്തിന്. അതുപോലെ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് ഓർമ്മയിൽ കൂടുതലായിട്ട് തങ്ങി നിൽക്കും. ചിലർക്കാണെങ്കിൽ ഈ സമയത്ത് മുകളിൽ കയറുന്നതിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഇവിടെ ഈ സമയത്തുള്ള എല്ലാ ക്രിയകളുടെയും നിയന്ത്രണം ഇവരുടെ കയ്യിൽ വരും. എന്നാൽ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് പൂർണ്ണമായിട്ടും പുരുഷനാണ്. പലർക്കും ഈ രീതി കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം ഇത് പൂർണ്ണമായിട്ടുള്ളൊരു സംതൃപ്തി ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഈ സമയം ക്രിസരിയുടെ ഭാഗം കൂടുതലായിട്ട് പരിഗണനയിൽ വരുന്നുണ്ട്. ചില സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ വികാരങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് കൂടുതലായിട്ട് പ്രകടിപ്പിക്കണമെന്നില്ല, എന്നാൽ ഉള്ളിൽ അത് തീവ്രമായിട്ട് സംഭവിക്കുന്നുണ്ട്. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ, സംസാരിക്കുമ്പോൾ, പരിചയപ്പെടുമ്പോൾ പലതരത്തിലുള്ള ഫീലിങ്സുകളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. ചിലരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഫീൽ ചെയ്യും, ഒരു ഇഷ്ടം ഫീൽ ചെയ്യും, പിന്നെയും കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ തോന്നാറുണ്ട്. ഇപ്പം നമ്മളൊരു കാര്യം കൂടുതലായിട്ട് ആസ്വദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പല ഘടകങ്ങളും ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പാസ്റ്റ് എക്സ്പീരിയൻസ്, പിന്നെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങൾ. ചിലർക്കാണെങ്കിൽ ഇതിനകത്ത് അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് ഒരു രസം കൂടുതലായിട്ട് തോന്നുന്നത്. പക്ഷേ ഈ ഒരു മെത്തേഡ് വിജയകരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പങ്കാളി അതനുസരിച്ചുള്ള ആളായിരിക്കണം. ഇപ്പോൾ ഏത് കാര്യമാണെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിലൊരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ അത് ആസ്വദിക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പറ്റിയ ഒരു പങ്കാളി വരുന്നത് കൊണ്ടാണ്. അതിന് രണ്ട് കൂട്ടർക്കും നല്ല ആരോഗ്യം വേണം, നല്ല ഷേപ്പ് വേണം. എങ്കിൽ മാത്രമേ ഇത് കൂടുതലും രസകരമാക്കാൻ പറ്റത്തുള്ളൂ. അതുപോലെ ഈ ഒരു രീതി സക്സസ് ആയിട്ട് ചെയ്യാൻ സഹായിക്കുന്ന പുരുഷന്മാരോട് അവർക്കൊരു പ്രത്യേക സ്നേഹവും കെയറിങ്ങും ഒക്കെ ആയിരിക്കും. പ്രത്യേകിച്ചും ക്വാളിറ്റിയുള്ള ഒരു വ്യക്തി അവരെ സ്നേഹിക്കുന്നു, കാമിക്കുന്നു, അവരോട് കൂടുതൽ ആകർഷണം കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക ആത്മവിശ്വാസം തോന്നാറുണ്ട്. ഇഷ്ടമുള്ള പുരുഷനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവർക്ക് രതിമൂർച്ച വരാനുള്ളൊരു പോസിബിലിറ്റി കൂടുതലാണ്. കാരണം ഇവരുടെ സാന്നിധ്യത്തിൽ എല്ലാ ഹോർമോണുകളും ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ ഏത് ജോലിയാണെങ്കിലും നമുക്ക് വളരെ ഈസി ആയിട്ട് രസകരമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സക്സസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്ന ഉപകരണത്തിനൊരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം. എനിക്ക് തോന്നുന്നു പല സാഹചര്യത്തിലും പുരുഷൻ ചില കാര്യങ്ങൾ കൂടുതലായി നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു മെത്തേഡിനകത്ത് പുരുഷൻ കൂടുതലും പ്രാധാന്യം കൊടുക്കേണ്ടത് പങ്കാളിയുടെ സംതൃപ്തിക്കാണ്. കാരണം അവസാനം സ്പീഡ് കൂട്ടുന്ന സമയത്ത് തീർച്ചയായിട്ടും അവൻ്റെ ചിന്തകളെ ബോധപൂർവം ഡൈവേർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഏത് തരത്തിലുള്ള ബന്ധമാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള കാരണമുണ്ട്, സാഹചര്യങ്ങളും ഉണ്ട്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ഡേ. ബൈ.